ഇപ്പോൾ ശരത് ലാൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, രാജ്യം ഒരു എയർ സ്ട്രൈക്ക് ഒക്കെ ഏതു സമയം പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടമാണ്. എങ്ങനെയാണ് അതിർത്തിയിലെ സാഹചര്യം നിലവിൽ? സേതുലക്ഷ്മി, അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെയും അതേപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെയും എല്ലാവിധ സംവിധാനങ്ങളും വെച്ച് നിരീക്ഷണ പറക്കൽ നടന്ന ഇന്ന് രാവിലെ 4 മണി മുതട്ട് രാജസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങൾ നിരീക്ഷണ പറക്കൽ നടത്തിയിട്ടുണ്ട്, അഭ്യാസ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതേപോലെ അറേബ്യൻ സീയിൽ കറാച്ചിക്ക് 40 നോട്ടിക്കൽ മൈൽ, കറാച്ചിക്ക് 40 നോട്ടിക്കൽ മൈൽ ഇന്ത്യൻ സേനയുടെ സാന്നിധ്യം പാകിസ്ഥാൻ റഡാറുകൾ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ നാവികസേന അലേർട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ രീതിയിലും ഏത് തരം തിരിച്ചടിക്കും എല്ലാവിധ മുൻകരുതലും എടുത്തുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ ഇന്ത്യ നിൽക്കുന്നത്. അത് വാഗ അതിർത്തിയിലായാലും ശരി, ഇവിടെ ജസ്ലമീർ അതിർത്തിയിലായാലും ശരി, നിയന്ത്രണ രേഖയിൽ കാശ്മീരായാലും ശരി, എല്ലാം അതീവ ജാഗ്രതയിലാണ്. ഏതൊരു തിരിച്ചടിക്കും ഇന്ത്യ തയ്യാറാണ്. പാകിസ്ഥാനിലെ ഏത് തരത്തിലുള്ള പ്രത്യാക്രമണവും അവിടെ വെച്ച് തന്നെ നുള്ളിക്കളയുമെന്നാണ് ഇന്ത്യൻ സേന വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഗുജറാത്ത് അതിർത്തിയിലാണ്. ഗുജറാത്തിലെ ഭുജ്, രാജ്കോട്ട്, അതുപോലെ തന്നെ ജാംനഗർ എന്നീ മേഖലകളിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇന്ത്യൻ സൈന്യം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം സ്റ്റേറ്റിൽ തന്നെ ആക്രമണം നടത്തുക എന്നതുള്ളതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ചോർന്ന് കിട്ടിയത് എന്നാണ് നമുക്ക് ഇപ്പോൾ ഡൽഹിയിൽ ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് നമുക്കിപ്പോൾ 80 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു, 80 പേർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പാകിസ്ഥാനിലെ ജിയോ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആക്രമണത്തിൽ 80 പേർ കൊല്ലപ്പെട്ടു. അത് തീവ്രവാദികളാണോ അല്ലെങ്കിൽ സാധാരണക്കാണോ 80 കാഷ്വാലിറ്റീസ് റിപ്പോർട്ടഡ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ ഇന്നലെ 1:42 നടന്ന 9 സ്ഥലങ്ങളിൽ നടന്ന മിന്നൽ ആക്രമണമല്ല, ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ 80ഓളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും വലിയ വിവരം. 80 കാഷ്വാലിറ്റീസ് ഇടുന്ന പാകിസ്ഥാൻ 80 പേർ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാനിലെ ജിയോ ടിവിയെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന് ഏറ്റവും സന്തോഷകരമായി നൽകുന്ന സംഭവമാണ്. അതേപോലെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടത് ഇന്ത്യയുടെ 3 റാഫേൽ ജെറ്റുകൾ വെടിവെച്ചിട്ടു, ഒരു ഡ്രോണും വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. കാരണം റാഫേൽ ജെറ്റിനെ വെടിവെച്ചിടാൻ പറ്റുന്ന സംവിധാനം പാകിസ്ഥാൻ ഇല്ല എന്ന് വിദേശ മാധ്യമങ്ങളിലെ ഡിഫൻസ് അനാലിസിസുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ റാഫേൽ ജെറ്റുകൾ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു പോർ വിമാനമാണ്. അതിനെ വെടിവെച്ചിടാൻ പറ്റിയ സാങ്കേതിക മിഴിവ് ഇന്ന് പാകിസ്ഥാൻ ഇല്ല എന്നതാണ് ഈ ക്ലൈമിന്, ഈ അവകാശവാദത്തിനെതിരെ അതേ വിദേശ മാധ്യമങ്ങളിൽ നിന്നുള്ള ഡിഫൻസ് അനാലിസിസുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സേതുലക്ഷ്മി, നമുക്ക് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. 1, അതീവ ജാഗ്രത അതിർത്തി പ്രദേശങ്ങളിൽ തുടരുന്നു. 2, ഗുജറാത്തിലെ വ്യോമ കേന്ദ്രങ്ങളും അതീവ ജാഗ്രതയിൽ. വീടുകൾക്ക് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പൂഞ്ച്, രജൌരി, കുപ്വാര മേഖലകളിലടക്കം 7ഇടങ്ങളിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളിലടക്കം നിറയുന്ന വാർത്തകൾ. അപ്പോൾ ഈ അതിർത്തികളിൽ ഷെല്ലാക്രമണം ഇപ്പോഴും തുടരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാഷ്വാലിറ്റീസ് എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? സേതുലക്ഷ്മി, 3 പേർ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ എന്നതാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ ഇവർ സ്ത്രീകളാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും അവിടെയുള്ള പ്രാദേശികമായ വാർത്താ ലേഖകർ റിപ്പോർട്ട് ചെയ്താണ് കാര്യം. കാരണം ഈ ഉറി മേഖലകളിലും അതേപോലെ പൂഞ്ച് മേഖലയിലും നേരത്തെ തന്നെ ജനങ്ങളൊക്കെ ബങ്കറിലേക്ക് താമസം മാറ്റിയിരുന്നു. അപ്പോൾ ഈ വസതികൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. കാരണം ഈ പീരങ്കിയുള്ള ഇന്നേ വരെ യന്ത്രത്തോക്ക് ഉപയോഗിച്ച് മാത്രമായിരുന്നു പാകിസ്ഥാനും ഇന്ത്യൻ പോസ്റ്റുകൾ നേരെ വെടിവെച്ചത്. ഇപ്പോൾ നേരെ സാധാരണക്കാരായ ജനങ്ങളുടെ വീടുകളിലേക്ക് പീരങ്കി ഷെല്ലാക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയല്ല ഈ ആക്രമണം എന്നതാണ് ശ്രദ്ധേയം. സാധാ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സാധാ ജനങ്ങളെ, ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ സേന ഇപ്പോൾ ഷെല്ലാക്രമണം നടത്തുന്നത്, പീരങ്കി ആക്രമണം നടത്തുന്നത്. ഈ പീരങ്കി ആക്രമണം നടത്തുന്ന പീരങ്കികളെ സ്പോട്ട് ചെയ്ത് നിർവീര്യമാക്കുന്ന പ്രത്യാക്രമണം ഇന്ത്യൻ സേന ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.